വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ പൊളിക്കാൻ ആൾ വന്ന് തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞു. അപ്പോൾ അന്ന് നല്ലൊരു അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് 2 കപ്പ് അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂർ മിനിമം കുതിർത്താൻ വെക്കുക. നോമ്പ് കഴിഞ്ഞിട്ട് ആട്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷേ നോമ്പായതുകൊണ്ട് ബുദ്ധിമുട്ടായി വിചാരിച്ചിട്ട് ആട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ആട്ടുന്നത്. അപ്പോൾ വെയിൽ ഇടയ്ക്കുണ്ട്, ചില സമയത്ത് മഴയാണ്. അപ്പോൾ എങ്കിലും രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ടാണ് അത് ഒന്നും നോക്കാതെ അങ്ങോട്ട് ചെയ്തത്. പിന്നെ ഫുള്ള് മഴയായില്ലേ. തേങ്ങയെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങൻ്റെ ഓരോ തൊലി ഭാഗങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ വെച്ച് എല്ലാം ക്ലീനാക്കി അരിച്ചെടുത്തു. മുഴുവനായിട്ടും അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു തേങ്ങ ഞാനിതിലേക്ക് എടുത്തു. ഈ ഒരു തേങ്ങ മുഴുവനായിട്ട് നമുക്ക് വേണം. തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞ് അത് ചിരകുന്ന സമയത്ത് താഴ്ഭാഗം എടുക്കാതിരിക്കുക ഇതുപോലെ. കാരണം താഴ്ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ വരാൻ ചാൻസ് ഉണ്ട് അപ്പത്തിൽ. തേങ്ങ അവിടെ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുതിർത്ത് വെച്ച അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിൽ വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വറ്റെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാവെള്ളം, ഓവറായി കഴിയരുത് വാട്ടർ, തിക്കായിട്ടുള്ള മാവാണ് കിട്ടേണ്ടത്. നമ്മൾ സാധാ ദോശയ്ക്കുള്ള പോലെ ചെയ്യരുത്. ഇനി നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ, 1/2 കപ്പിൻ്റെ 1/4 ഭാഗം ഷുഗർ, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂണിൻ്റെ 1/4 ഭാഗം സോഡപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെയാണ്, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇത്. ഇനി നമുക്ക് വറ്റ് അരച്ചെടുക്കാം. വറ്റ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തു. ശേഷം ആവശ്യത്തിന് കോക്കനട്ട് വാട്ടർ ഒഴിച്ചു കൊടുത്തു. വീണ്ടും അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞ ഭാഗം ഇതുപോലെയാണ്. വറ്റാകുമ്പോൾ കുറച്ച് തിക്നെസ് ഉണ്ടാവും കേട്ടോ, അത് കരിയാക്കണ്ട. ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി. ഇനി തേങ്ങാവെള്ളം മാത്രം വേണമെന്നില്ല. തേങ്ങാവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വാട്ടർ യൂസ് ചെയ്താൽ മതി. ഇനി കുറച്ച് തേങ്ങാവെള്ളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ നോർമൽ വാട്ടർ തന്നെ യൂസ് ചെയ്താൽ മതി. എങ്കിലും ഈ അപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ തേങ്ങാവെള്ളം ഉള്ള സ്ഥിതിക്ക് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വെച്ച ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ മോർണിംഗിൽ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു പൊന്തൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. നമ്മൾ ബബിൾസൊക്കെ നന്നായിട്ടുണ്ട്. ഇതിൽ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുക. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ചട്നി നമുക്ക് അടിപൊളിയായിട്ട് ഇതിലേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി, ആവശ്യത്തിന് വെളുത്തുള്ളി, അതിൻ്റെ അത്രയ്ക്ക് ആവശ്യമില്ലാതെ തന്നെ ചെറിയ പീസ് ഇഞ്ചി, 2 തക്കാളി ഇവിടെ എടുത്തു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് തൂമിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാനും കളർ കിട്ടാനും ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല എല്ലാ കറിക്കും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക്. നമുക്ക് എന്തായാലും കറിക്ക് നല്ലൊരു മാറ്റം കാണും. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഒന്ന് വാടിയ ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. വീണ്ടും വഴന്ന ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്പമായിട്ട് നിൽക്കുന്ന ആ ഒരു ലെവലിലാണ് കണക്ക്. അങ്ങനെ ചട്നി ഇവിടെ റെഡിയായി നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ചട്നിയായിട്ട് ഇഷ്ടം. തേങ്ങാ ചട്നി പൊതുവേ എനിക്കിഷ്ടം കുറവാണ്. ഇത് തൂമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 തണ്ട്
ചുവന്ന മുളക് നടു കഷ്ണമാക്കി കൊടുത്തു. അത് ആഡ് ചെയ്ത് കൊടുത്ത് അത് ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂത്ത് കഴിഞ്ഞാൽ ഒരു 1/8 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ച് വെച്ച ബാറ്റർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ചട്നി ഇവിടെ റെഡിയായി. അടുത്തത് അപ്പം ചുടുന്നതിന് വേണ്ടിയിട്ട് ബാറ്റർ ഒന്ന് മിക്സാക്കി കൊടുത്തു. പിന്നീട് അപ്പത്തിൻ്റെ പാൻ ചൂടാക്കി കൊടുത്ത ശേഷം ഇതുപോലെ റൗണ്ടാക്കി ചുറ്റിയെടുത്ത് ഇത് അടച്ചു വെച്ചു. ഇനി ആയിക്കഴിഞ്ഞത് ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് വേണമെങ്കിൽ എടുക്കാം. ബ്രൗൺ ടച്ച് വേണ്ട എന്നുണ്ടെങ്കിൽ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ ആകാതെ തന്നെ എടുക്കാം പാനിൽ നിന്ന്. എങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ്. ഒരു കറിയും തന്നെ വേണ്ട. ഓട്ടൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ ക്രിസ്പിയുമായിട്ടുള്ള ഒരു മധുര ടച്ച് വരുന്ന എല്ലാം കൂടെ ഒത്ത ഒരു അപ്പമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഈ ഒരു ചട്നിയും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അത് വേറെ ടേസ്റ്റ്. എന്നാലും ഒരു കറിയും ഇതിന് വേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.